Hi friends, Ubeat Pinnacle Academy ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കണക്റ്റഡ് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് മിക്കപ്പോഴും എക്സാമിന് കൂടുതലും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എൻട്രൻസ് എക്സാമിന് കോമ്പറ്റീറ്റീവ് എക്സാമിന് കൂടുതലും ക്വസ്റ്റ്യൻ വരുന്ന ഒരു സെക്ഷനാണ് കണക്റ്റഡ് ബോഡീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അപ്പോൾ ഈ കണക്റ്റഡ് ബോഡീസിലെ ക്വസ്റ്റ്യൻ ഭയങ്കര പാടായിട്ടാണ് കുട്ടികൾ പറയുന്നത്. എങ്കിൽ കണക്റ്റഡ് ബോഡീസിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിന് ചില പൊടിക്കൈകൾ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പം അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഒരു ബോഡി നിങ്ങൾ കണ്ടോ, M1, M2, M3 എന്ന് പറയുന്ന 3 മാസ് ഉണ്ട്. ഇവിടുത്തെ മാസ് തന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് T2 ഈ ടെൻഷൻ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ അതുപോലെ എടുത്തിട്ടിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? അതിനു മുമ്പ് ടെൻഷനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ടെൻഷൻ എപ്പോഴും ഒരു ബോഡിയിൽ നിന്ന് പുറത്തോട്ടേക്കായിരിക്കും പോകുന്നത്. ഒരു ബോഡിയിൽ നിന്ന് പുറത്തോട്ടായിരിക്കും എന്ത് പോകുന്നത്, ടെൻഷൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ M1 എന്ന് പറയുന്ന ബോഡി എടുത്താൽ ടെൻഷൻ എങ്ങോട്ടേക്കാം, ഈ M1 നിന്ന് പുറത്തോട്ടാണ്. ഈ M2 എന്ന് പറയുന്ന ബോഡി എടുത്താൽ ഇവിടെ 2 ടെൻഷൻ ഉണ്ട്, T1 ഉണ്ട് T2 ഉണ്ട്. ഈ T1 എങ്ങോട്ടേക്കായിരിക്കും, ബോഡിയിൽ നിന്ന് പുറത്തോട്ട് അങ്ങോട്ടേക്കായിരിക്കും. ഇവിടെ എങ്ങോട്ടേക്കായിരിക്കും, ഇത് ഇങ്ങോട്ടേക്കായിരിക്കും. ഇനി M3 എന്ന ബോഡി എടുത്താലോ, ഇവിടെ ഒറ്റ ടെൻഷനുള്ള എന്താണ് T2, അത് എങ്ങോട്ടേക്കായിരിക്കും, ബോഡിയിൽ നിന്ന് പുറത്തോട്ട്. ബോഡിയിൽ നിന്നും പുറത്തോട്ടായിരിക്കും. ബോഡിയുടെ അകത്തോട്ട് ഒരിക്കലും എന്ത് വരത്തില്ല, ടെൻഷൻ വരത്തില്ല. ടെൻഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു കയറിനകത്ത് സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന സാധനമല്ലേ, അതൊരിക്കലും ബോഡിയിലോട്ട് വരത്തില്ല. ബോഡിയിൽ നിന്നും പുറത്തോട്ടായിരിക്കും എന്ത് വരുന്നത്, ടെൻഷൻ. ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ വെച്ചാൽ നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന നോർമൽ മെത്തേഡ്, ഫ്രീ ബോഡി ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഓരോ ബോഡിയുടെ മാസിന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആക്സിലറേഷനും അതുപോലെ ടെൻഷൻ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അത് നോർമൽ മെത്തേഡ്. രണ്ടാമത് എൻട്രൻസിന് പോകുമ്പോൾ നമ്മൾ അവിടെ എന്താ വേണ്ടത്, വളരെ എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കണം, ആൻസർ കണ്ടുപിടിക്കണം. അത് ഷോർട്ട് കട്ടാണ്. അപ്പോൾ നമുക്ക് ആ 2 രീതി എന്ത് ചെയ്യാം. നമുക്ക് ആദ്യം നോർമൽ മെത്തേഡിലൂടെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നോർമൽ മെത്തേഡ്. അപ്പോൾ നോർമൽ മെത്തേഡ് നമ്മൾ എന്താ, ഓരോ ബോഡിനെ കൺസിഡർ ചെയ്യണം. ഫസ്റ്റിലത്തെ ബോഡി എന്താണ്, M1 എന്ന് പറയുന്ന ബോഡിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് ആക്കുന്ന ഫോഴ്സ് എന്താണ്, ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, T1 എന്ന് പറയുന്ന ഫോഴ്സ് അങ്ങോട്ട് ആക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, കണക്റ്റഡ് ബോഡീസിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് M1ന്റെയും M2ന്റെയും M3ന്റെയും കോമൺ ആക്സിലറേഷൻ എന്തായിരിക്കും, A ആയിരിക്കും. അത് മാറത്തില്ല. M1 ഏത് ആക്സിലറേഷൻ ആണോ അത് തന്നെയാണ് M2നും, അത് തന്നെയാണ് എന്ത് M3ക്കും ഉണ്ടാകുന്നത്. അപ്പൊ നോക്കിയേ, ഈ ബോഡിയുടെ ആക്സിലറേഷൻ A അല്ലേ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടുത്തെ ഫോഴ്സ് എന്താണ്, T1 മാത്രമേ ഇവിടെ ഫോഴ്സ് ആയിട്ടുള്ളൂ. ഈ ഫോഴ്സ് എന്തായിരിക്കും, M ഇൻറ്റു എന്തായിരിക്കും, A ആയിരിക്കും. അതായത് മാസ് ഓഫ് ദി ബോഡി ഇൻറ്റു എന്താണ്, ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. നമുക്ക് T1 M1 നമുക്കറിയാം എത്രയാണ്, 10A എന്ന് കിട്ടി. ഇനി അടുത്ത സെക്കൻഡ് ബോഡി എടുത്തു. സെക്കൻഡ് ബോഡി എടുക്കുക. സെക്കൻഡ് ബോഡിക്കകത്ത് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ടെൻഷനാണ് T2. ദെൻ ഇവിടുത്തെ ടെൻഷൻ ഒരിക്കലും അങ്ങോട്ട് വരക്കല്, ബോഡിയിൽ നിന്ന് പുറത്തോട്ടായിരിക്കും എന്ത് പോകുന്നത്, ടെൻഷൻ പോകുന്നത്. ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് ബോഡി മൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പറയാം ഈ ഫോഴ്സ് T2 വലുതും T1 എന്തായിരിക്കും, ചെറുതായിരിക്കും. T2 മൈനസ് T1 ഇസ് ഈക്വൽ ടു എന്താണ്, M2A. നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിക്കഴിഞ്ഞു, T1 കിട്ടിക്കഴിഞ്ഞു. എന്താ മക്കളെ, 10A ഇസ് ഈക്വൽ ടു M2 എത്രയാണ് ഇവിടെ കിടക്കുന്നത്, 6A എന്ന് കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് T2 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും, 16A എന്ന് കിട്ടും. 16A എന്ന് കിട്ടും. ഇനി നമ്മൾ മൂന്നാമത്തെ ബോഡി എടുത്തു. മൂന്നാമത്തെ ബോഡി M3 എടുത്തു. ഇവിടെ ഒരു 40 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, പുറകിലോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ്, ടെൻഷനാണത്, T2 ആണ്. ബോഡി അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ എന്താണ്, A ആണ്. അപ്പോൾ ഈ കേസിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹയർ ഫോഴ്സ് മൈനസ് ലോവർ ഫോഴ്സ്, 40 മൈനസ് എന്താണ്, T2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്, M3 ഇൻറ്റു എന്ത് കിട്ടി, A എന്ന് കിട്ടി. ദെൻ 40 മൈനസ് T2 നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്, 16A. M3 എന്ന് പറയുന്നത് എത്രയാണ്, 4A. ദെൻ 40 സമം എത്രയാണ്, 20A എന്ന് കിട്ടുകയും അവിടെ നിന്ന് A ഇസ് ഈക്വൽ ടു എത്ര കിട്ടി, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് T2 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T2 ഇട്ട് എടുക്കാൻ നേരത്ത് T2 ഇസ് ഈക്വൽ ടു 16 ഇൻറ്റു 2 എത്ര കിട്ടി നമുക്ക്, 32 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് നോർമൽ മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് C ആണ് നമ്മുടെ ആൻസർ. ഇത് നോർമൽ മെത്തേഡ്. ഈ നോർമൽ മെത്തേഡ് നമുക്ക് എന്താണ് എൻട്രൻസിൽ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം, ഇത്രയും സ്റ്റെപ്പൊക്കെ നമ്മൾ എഴുതി വരുമ്പോഴത്തേക്കും നമ്മുടെ സമയമൊക്കെ എന്ത് ചെയ്യും, ഇഷ്ടംപോലെ എന്ത് ചെയ്ത് പോകും, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ, നമുക്കറിയാം 1 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ആൻസറിലോട്ട് നമ്മൾ എത്തണം. അതിന് നിങ്ങളുടെ ടെക്നിക്ക് ഓർത്തിരിക്കുക. നമുക്ക് ആക്സിലറേഷൻ ആണ്, ഒരു കണക്റ്റഡ് ബോഡിയുടെ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ഫോർമുല ഓർക്കുക. എന്താ മക്കളെ ആക്സിലറേഷൻ, ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് അല്ലേ. അപ്പോൾ ഈ ബോഡിയുടെ നെറ്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് മാസ്. ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എത്രയാണ്, 40 ന്യൂട്ടൺ. കാരണം ഈ ബോഡിക്ക് ഒറ്റ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഈ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ബോഡി മുന്നോട്ടേക്ക് നീങ്ങുന്നത്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് എന്താണ്, M1 പ്ലസ് M2 പ്ലസ്
എന്താണ് m3 എന്നാവും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ടോട്ടൽ ഫോഴ്സ് എന്താണ് 40 ഡിവൈഡഡ് ബൈ m1 എത്രയാണ് 10 16 20 എന്ന് കിട്ടി. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടി. എത്ര കിട്ടി? 2 m/s² ആക്സിലറേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ അല്ല വേണ്ടത്, നമുക്ക് ടെൻഷനാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ടെൻഷൻ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഓർത്ത് വെക്കുക. ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓർത്ത് വെക്കുക. ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ശ്രദ്ധിക്കുക, ഇതുപോലെ തന്നെ ടോട്ടൽ ഫോഴ്സ് ഡിവൈഡ് ബൈ എന്താണ് ടോട്ടൽ മാസ്. തീർന്നില്ല, ഒരാളും കൂടെ ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒരാൾ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. ടോട്ടൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു നിങ്ങൾക്ക് എവിടുത്തെ ടെൻഷനാണോ കണ്ടുപിടിക്കേണ്ടത് ആ ടെൻഷന്റെ പുറകിലോട്ടുള്ള മാസ് കൂട്ടി വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് T2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. T2ന്റെ പുറകിലോട്ട് എത്ര മാസം ഉണ്ട്? m1 ഉണ്ട് m2 ഉണ്ട്. ഇവിടെ എന്ത് എഴുതി വെക്കുക? m1 പ്ലസ് എന്താണ് m2 കിട്ടുമെന്ന് നോക്കിയേ. ടോട്ടൽ ഫോഴ്സ് എത്രയാണ് 40 ഇൻറ്റു m1 പ്ലസ് m2 എത്രയാണ് 10 പ്ലസ് 16 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 നമുക്കറിയാം 20 ആണ്. വെട്ടിക്കളഞ്ഞ് എത്ര കിട്ടി? 2 ഇൻറ്റു 16 എത്ര കിട്ടി? 32 m/s². സിമ്പിൾ കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മളോട് ചോദിച്ചു T2 കണ്ടുപിടിക്കുക. T2 കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഫോർമുല ഒന്നും ഓർത്തിരിക്കേണ്ട. നിങ്ങൾ ടോട്ടൽ ഫോഴ്സ് എത്രയാണ് 40 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാണ് 20 ഇൻറ്റു ഈ ടെൻഷന് പുറകോട്ടുള്ള മാസ് എത്രയാണ് 10 പ്ലസ് 16 വെട്ടിക്കളഞ്ഞ് എത്ര കിട്ടി? നമുക്ക് 32. കണ്ടോ, ഒരു സെക്കൻഡിൽ വളരെ കുറച്ച് സമയം മാത്രം എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ നമുക്ക് 32 m/s അല്ല 32 ന്യൂട്ടൺ ആണ് കേട്ടോ. 32 ന്യൂട്ടൺ. വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താൻ കഴിയുന്നതായിരിക്കും. ന്യൂട്ടൺ ആണേ, മാറിപ്പോയതാണ്. കണ്ടോ, ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യനൊക്കെയാണ് നമ്മുടെ എൻട്രൻസിന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ചില ട്രിക്കുകളും ചില തന്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കണക്റ്റഡ് ബോഡീസിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യനായിട്ട് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സുകളിൽ വരാം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ ഇനി ഇതുപോലുള്ള കുഞ്ഞു ട്രിക്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ അടുത്ത വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം വീഡിയോ എന്ത് ചെയ്യുക? നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.